നമസ്കാരം. തീരമേഖലയിൽ ഒരു നിരാശ്രയത്വവും നിസ്സംഗതയും അമർഷവുമൊക്കെ പുകയുകയാണ്. ഏതാണ്ട് 6 മാസം മുമ്പ് കടലിൽ മുങ്ങിത്താണ് എൽസ 3 എന്ന കപ്പൽ ഇപ്പോഴും കടലിൻ്റെ അഗാധ തലങ്ങളിൽ കിടക്കുകയാണ്. അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കലുകളും രാസവസ്തുക്കളും അതുപോലെയുള്ള മാരകമായ വിഷാംശം ഉള്ള കണ്ടെയ്നറുകളുമൊക്കെ കടലിൻ്റെ അടിത്തട്ടിൽ ഉണ്ട്. അതൊന്നും പുറത്തെടുക്കാനോ അല്ലെങ്കിൽ അത് നിർവീര്യമാക്കാനോ ആ കപ്പൽ തന്നെ അവിടെ നിന്ന് മാറ്റുവാനോ ഉള്ള യാതൊരു നടപടിയും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. അതൊരു മറന്ന കഥ പോലെയായി. വലിയൊരു നഷ്ടപരിഹാരം കേരള സർക്കാർ ആവശ്യപ്പെടുകയും 9,500 കോടി രൂപ ആവശ്യപ്പെടുകയും കോടതി അത്ഭുതപ്പെടുകയും ഒക്കെ ചെയ്ത സംഭവ പരമ്പരകൾ നമ്മൾ കണ്ടതാണ്. അവസാനം ഏതാണ്ട് 1,200 കോടി രൂപ കെട്ടിവെച്ച് കപ്പൽ കമ്പനി ഇവിടുന്ന് തടി തപ്പിയിരിക്കുകയാണ്. കേരളത്തിലല്ലാതെ ലോകത്ത് എവിടെയായിരുന്നാലും ഇത്തരം രാസവസ്തുക്കളുമായി മുങ്ങിയിരിക്കുന്ന ഒരു കപ്പൽ കടലിൻ്റെ അടിത്തട്ടിൽ അമർന്നിരുന്നാൽ അത് ഉണ്ടാക്കുന്ന ദൂഷിത ഫലങ്ങൾ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, ഇതൊക്കെ മുൻനിർത്തി എത്രയും പെട്ടെന്ന് അതിനെ നീക്കം ചെയ്യാനുള്ള നടപടികൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകും. പക്ഷേ കേരളം പോലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ നമ്മുടെ ഈ തീരത്ത് അതിൻ്റെ ദുരന്ത ഫലങ്ങൾ ഏറ്റുവാങ്ങിയത് മത്സ്യത്തൊഴിലാളികളാണ്. ഇപ്പോൾ ഈ ആസന്നമായ തെരഞ്ഞെടുപ്പും അതിൻ്റെ കോലാഹലങ്ങളും ബഹളവും ആർപ്പുവിളികളും ഒക്കെ നടക്കുമ്പോഴും തെക്കൻ തിരുവിതാംകൂറിൽ ഈ അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ കപ്പൽ ദുരന്തത്തെ തുടർന്ന് ഏതാണ്ട് 5 മണിക്കൂറിനുള്ളിൽ കേരളത്തിൻ്റെ തെക്കൻ തീരങ്ങളിൽ ഈ കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകൾ അടിഞ്ഞു കയറി. ഇതിലുണ്ടായിരുന്ന കെമിക്കല്, സ്ഫടിക അംശമുള്ള വസ്തുക്കൾ, അങ്ങനെ നിരവധിയായ ഈ നിരവധി കണ്ടെയ്നറുകൾ തെക്കൻ കേരളത്തിലെ കുളച്ചൽ വരെ, ഏതാണ്ട് പുതിയ തുറ, വിഴിഞ്ഞം, കൊല്ലം, അങ്ങനെ തെക്കോട്ട് കുളച്ചൽ വരെ ഈ കപ്പലിലെ കണ്ടെയ്നറുകൾ അടിഞ്ഞു കയറി. അതിനു പുറമെയാണ് കടൽ മത്സ്യബന്ധനത്തിന് പോയ വള്ളങ്ങൾക്കും ബോട്ടുകൾക്കും ഈ കണ്ടെയ്നറിൽ തട്ടുകയും അവരുടെ വലകൾ നഷ്ടപ്പെടുകയും ബോട്ടുകൾക്ക് അപകടം ഉണ്ടാവുകയൊക്കെ ചെയ്ത ഒരു പുറമേയുള്ള ദുരന്തങ്ങളുണ്ടായത്. പക്ഷേ ഇത് ഭാവിയിൽ എങ്ങനെ ഇതിനെ ബാധിക്കും, എങ്ങനെ ഇതിൻ്റെ പാരിസ്ഥിതിക മലിനീകരണം എങ്ങനെ നമ്മുടെ മത്സ്യസമ്പത്തിനെ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ആവാസ വ്യവസ്ഥയൊക്കെ എങ്ങനെ ബാധിക്കുമെന്ന് ആശങ്ക രേഖപ്പെടുത്തിയിട്ടുള്ള ഈ അപകടം ഇത് നീക്കം ചെയ്യാനോ ഇതിൻ്റെ ദുരന്ത ഫലങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ട പ്രതിവിധികൾ ചെയ്യുവാനോ ആരും മെനക്കെടുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇത് ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത ഒരു സമൂഹം നേരിടുന്ന ഒരു പ്രശ്നമാണ്. മറ്റ് രാജ്യങ്ങളിലാണെങ്കിൽ ഇതിനെപ്പോഴേ നടപടി ഉണ്ടായാലും വലിയ ഒരു നഷ്ടപരിഹാര തുക ഈടാക്കിയാലും ഇത് നീക്കം ചെയ്യാനുള്ള നടപടികൾ ദ്രുതഗതിയിൽ നടന്നേനും. ഇതൊന്നും സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും ഇതൊരു വിഷയമല്ല. ഭരിക്കുന്ന കക്ഷിക്കും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിനും ഒന്നും ഈ കപ്പൽ അപകടമോ ഈ കപ്പൽ നീക്കം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഈ കേരളത്തിൻ്റെ ഈ സമുദ്ര പാരിസ്ഥിതിക്ക് ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചോ ഒന്നും അവരാരും ബോധവാന്മാരല്ല. അവരാരും ഈ പ്രശ്നം എങ്ങും ഉന്നയിക്കപ്പെടുന്നുമില്ല. യഥാർത്ഥത്തിൽ തെക്കൻ കേരളത്തിലെ തീരമേഖലയിലൂടെ ഇന്നലെ സഞ്ചരിക്കുമ്പോൾ അവിടെ ഒരു നിസ്സംഗതയും നിരാശ്രയത്വവും ഒരു മത്സ്യബന്ധന രംഗത്ത് വളരെ ഒരു അരക്ഷിതമായ ഒരു അവസ്ഥയാണ്. മത്സ്യങ്ങളില്ല, അവർക്ക് വളരെ മോശപ്പെട്ട ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന്, കോൺഗ്രസിനും അതുപോലെ തന്നെ CPM നേതൃത്വം കൊടുക്കുന്ന മറ്റ് ഭരണകക്ഷിക്കും ഒന്നും ഈ വിഷയത്തിൽ ഒരു അഭിപ്രായ പ്രകടനമോ അല്ലെങ്കിൽ ഇത് വളരെ നിശബ്ദമായി ഇതിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന കപ്പലിനെ പോലെ തന്നെ ഈ വിഷയം അവർ അമർത്തി വച്ചിരിക്കുകയാണ്. നമ്മൾ പല ഘട്ടങ്ങളിലും ഫിഷറീസ് മന്ത്രി ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ അതിന് ഉത്തരമായി പറയുന്നത് ഇത് കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇതിന് നടപടിയെടുക്കുകയും ഈ കപ്പൽ നീക്കം ചെയ്യുകയും ചെയ്യേണ്ടതെന്നാണ്. എന്നാൽ കേന്ദ്രത്തിൻ്റെ BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ നേതൃത്വ നിര കേരളത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ അവരൊരു തീരുമാനം പറയുന്നില്ല. കേരളത്തിൻ്റെ തീരക്കടലിൽ സംഭവിച്ച ഈ ദുരന്തത്തിനൊരു പരിഹാരം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ മത്സ്യമേഖലയ്ക്കുള്ള ആശങ്ക പരിഹരിക്കുന്ന നിലയിൽ ഒരു കാര്യം അവരുടെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നില്ല. മൊത്തത്തിൽ ഇത് ആർക്കും വേണ്ടാത്ത, ഈ സമൂഹത്തിന് തന്നെ ആർക്കും വേണ്ടാത്ത ഒരു തരത്തിൽ അതുപോലെ തന്നെയാണ് ഈ കപ്പൽ അപകടത്തെ ഇപ്പോൾ ഈ എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളും നോക്കിക്കാണുന്നത്. ഇതൊരു വലിയ കഷ്ടമാണ്.